നമ്മളെല്ലാ ആഴ്ചയും ചെയ്യുന്ന പോലെ തന്നെ വീക്കിലി വന്നിട്ടുള്ള അപ്ഡേറ്റിനെ പറ്റിയുള്ള വീഡിയോ ആണ്. കഴിഞ്ഞ 1-2 ആഴ്ചയിൽ വന്നിട്ടുള്ള പ്രധാനപ്പെട്ട കുറച്ച് അപ്ഡേറ്റ് നോക്കാം. അതിൽ ഫസ്റ്റത്തെ അപ്ഡേറ്റ് KTMന്റെ ഭാഗത്തു നിന്നാണ്. KTMന്റെ 2025 മോഡൽ പുതിയ ഡ്യൂക്ക് 390 ലോഞ്ച് ചെയ്തിട്ടുണ്ട്. പുതിയൊരു കളേഴ്സിലാണ് വണ്ടി ഇപ്പോൾ ലോഞ്ച് ചെയ്തിട്ടുള്ളത്. പിന്നെ വണ്ടിക്ക് ഒരു പുതിയ ഫീച്ചേഴ്സും കൊടുത്തിട്ടുണ്ട്. ഇത്തവണ 390ക്ക് ഒരു ക്രൂയിസ് കൺട്രോൾ അവർ ആഡ് ചെയ്തിട്ടുണ്ട്. ഇതൊരു പുതിയൊരു അപ്ഡേറ്റ് ആണ് KTMന്റെ ഭാഗത്തു നിന്ന്. ഈ ഒരു ഫീച്ചർ വന്നുകൊണ്ട് തന്നെ വണ്ടിക്ക് പ്രൈസ് ഒന്നും കൂടിയിട്ടില്ല. പഴയ ഒരു സെയിം പ്രൈസ് തന്നെയാണ് വന്നിട്ടുള്ളത്. 2,95,000 രൂപയാണ് എക്സ് ഷോറൂം പ്രൈസ്. അപ്പോൾ എന്തായാലും പുതിയ മോഡൽ എടുക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ അതേ ഒരു പ്രൈസിൽ നിങ്ങൾക്ക് ക്രൂയിസ് കൺട്രോളും കൂടി കിട്ടുന്നതായിരിക്കും. രണ്ടാമത്തെ അപ്ഡേറ്റ് ഹോണ്ടന്റെ ഭാഗത്തു നിന്നാണ്. ഹോണ്ടന്റെ CB350ക്കും ഹൈനസ് 350ക്കും പുതിയ കളേഴ്സ് അവർ കൊടുത്തിട്ടുണ്ട്. 2025 മോഡലിൽ വന്ന പുതിയ കളേഴ്സ് ആണ്. വണ്ടിക്ക് വേറെ മാറ്റമൊന്നും സംഭവിച്ചിട്ടില്ല. പുതിയ കളേഴ്സിൽ വന്ന മോഡലൊക്കെ ഷോറൂമിലൊക്കെ എത്തിയിട്ടുണ്ട്. മൂന്നാമത്തെ അപ്ഡേറ്റ് ഹീറോന്റെ ഭാഗത്തു നിന്നാണ്. ഹീറോന്റെ എക്സ്പൾസ് 400ന്റെ ന്യൂസ് വന്നിട്ടുണ്ട്. വണ്ടിന്റെ ലോഞ്ച് ഏകദേശം കൺഫേം ആണ്. പുതിയ എക്സ്പൾസ് 400 2026 മാർച്ചോടുകൂടി ഇന്ത്യയിലേക്ക് ലോഞ്ച് ചെയ്യാൻ ഹീറോ മോട്ടോകോർപ്പ് പ്ലാൻ ചെയ്യുന്നുണ്ട്. ഹീറോനെ സംബന്ധിച്ച് ഫസ്റ്റ് ആയിട്ടുള്ള ഒരു ബിഗ്ഗസ്റ്റ് ആയിട്ടുള്ള ഒരു മോട്ടോർ സൈക്കിളാണ് ഹീറോന്റെ എക്സ്പൾസ് 400. ഡിസൈനൊക്കെ അവർ മുമ്പേ പാറ്റന്റ് രജിസ്റ്റർ ചെയ്തതാണ്. കഴിഞ്ഞ ഐക്മേലും ഈ ഒരു ഡിസൈനിന്റെ കൺസെപ്റ്റും അവർ പുറത്തു വിട്ടതാണ്. ഇതൊരു 4-to-1cc ആയിട്ടുള്ള ഒരു സിംഗിൾ സിലിണ്ടർ ആയിട്ടുള്ള എഞ്ചിനാണ്. ഒരു 421cc സിംഗിൾ സിലിണ്ടർ 4 സ്റ്റോക്ക് 4 വാൽവ് ലിക്വിഡ് കൂൾഡ് DOS എഞ്ചിൻ ആയിരിക്കും. അറൗണ്ട് ഒരു 45 PS ഓഫ് പവറും 45 Nm ഓഫ് ടോർക്കും വണ്ടിക്ക് വരാൻ സാധ്യതയുണ്ട്. എന്തായാലും 2026 തന്നെ വണ്ടി ലോഞ്ച് ചെയ്യും. അപ്പോൾ മാർച്ച് തന്നെ ലോഞ്ച് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. മൂന്നാമത്തെ അപ്ഡേറ്റ് യമഹയുടെ ഭാഗത്തു നിന്നാണ്. യമഹയുടെ FZSന്റെ ഹൈബ്രിഡ് വേർഷൻ അവർ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. പുതിയ മോഡലാണ്. ഇത് 150cc തന്നെ ഫസ്റ്റ് ആയിട്ടുള്ള ഒരു ഹൈബ്രിഡ് ആയിട്ടുള്ള ഒരു മോട്ടോർ സൈക്കിൾ ഒന്നാണ്. 2 കളേഴ്സിലാണ് അവരിപ്പോൾ വണ്ടി ലോഞ്ച് ചെയ്തിട്ടുള്ളത്. റേസിംഗ് ബ്ലൂവും സിയാൻ മെറ്റാലിക് ഗ്രേയും ആണ്. വണ്ടിയുടെ എഞ്ചിൻ എന്ന് പറയുന്നത് ഒരു 149cc ആയിട്ടുള്ള ഒരു OBD2 മെഷീൻ ആയിട്ടുള്ള ഒരു ബ്ലൂ കോർ ആയിട്ടുള്ള എഞ്ചിനാണ്. ഇതുകൂടാണ്ട് വണ്ടിക്ക് ഒരു SMG എന്ന് പറഞ്ഞിട്ടുള്ള സ്മാർട്ട് മോട്ടർ ജനറേറ്ററും കൂടി അവർ കൊടുത്തിട്ടുണ്ട്. ഇതുകൂടാണ്ട് വണ്ടിക്ക് ഒരു SSS എന്ന് പറഞ്ഞിട്ടുള്ള സ്റ്റോപ്പ് സ്റ്റാർട്ട് സിസ്റ്റം കൂടി അവർ കൊടുത്തിട്ടുണ്ട്. ഇത് വരുന്നതുകൊണ്ട് തന്നെ വണ്ടിക്ക് കുറച്ചും കൂടി മൈലേജ് കൂടുന്നതായിരിക്കും. ഐഡലിങ്ങിലൊക്കെ വണ്ടി പെട്ടെന്ന് ആ ഒരു ഫ്യൂല് നഷ്ടപ്പെടാത്ത രീതിക്ക് അവർ കൺട്രോൾ ചെയ്യുന്നുണ്ട്. ഒരു 4.2 ഇഞ്ചിന്റെ TFT മീറ്റർ കൺസോളും വണ്ടിക്ക് വരുന്നുണ്ട്. അതിൽ യമഹയുടെ കണക്ടിവിറ്റി ഫീച്ചേഴ്സും അവൈലബിൾ ആയിരിക്കും. ലാസ്റ്റ് അപ്ഡേറ്റ് ഹീറോന്റെ ഭാഗത്തു നിന്നാണ്. ഹീറോന്റെ സ്പ്ലെൻഡർ പ്ലസിന്റെ പുതിയ മോഡൽ ലോഞ്ച് ചെയ്യാൻ പോകുന്നുണ്ട്. വണ്ടി ടെസ്റ്റിംഗിൽ സ്പോട്ട് ചെയ്തിട്ടുണ്ട്. ഷോറൂമിൽ ഇനി വരാൻ പോകുന്ന മോഡൽ സ്പ്ലെൻഡറിന്റെ ഒരു ഡിസ്കുള്ള മോഡലായിരിക്കും. ഫ്രണ്ടിൽ ഡിസ്ക് ബ്രേക്ക് വരുന്നുണ്ട്. പിന്നെ പുതിയൊരു കളേഴ്സിലായിരിക്കും വണ്ടി ലോഞ്ച് ചെയ്യാൻ പോകുന്നത്. ഇതൊരു OBD2 മെഷീൻ ആയിട്ടുള്ള എഞ്ചിനാണ്. 97cc എയർ കൂൾ എഞ്ചിനാണ് വണ്ടിക്ക് വരുന്നത്. 7.9 bhp പവറും 8.05 Nm ടോർക്കാണ് വണ്ടിക്ക് വരുന്നത്. ഏകദേശം ഒരു 2,000 രൂപേൻ്റെ പ്രൈസ് വർധനവും കൂടി വണ്ടിക്ക് ഉണ്ടാവും. ഒരു 80,000 രൂപയാണ് വണ്ടിൻ്റെ എക്സ് ഷോറൂം പ്രൈസ് ആയിട്ട് വരാൻ പോകുന്നത്.